നമസ്കാരം. 18 വർഷമായി സൗദി അറേബ്യ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി പിരിച്ചെടുത്തത് 47 കോടി രൂപയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു സംശയം ബാക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അബ്ദുറഹീം ശരിക്കും പുറത്തിറങ്ങി വരാത്തത് എന്നുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് നൗഷാദ് തക്കയിൽ, മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ മുഹസിൻ, പൊതുപ്രവർത്തകനാണ്. മുഹസിൻ, എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾക്കൊക്കെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് റഹീം പുറത്തിറങ്ങാത്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണക്കുറവും ഒരു തെറ്റിദ്ധാരണയുമാണ് ഇങ്ങനെയുള്ള ഒരു സംശയങ്ങൾക്കും അനാവശ്യമായ ഒരു ധൃതിപ്പെടലിനും. റഹീമിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുക എന്നുള്ളത് ആവശ്യമാണ്. എങ്കിലും ഒരു പരിധിവരെ ഒരു അനാവശ്യ ധൃതി ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിൽ അറിവില്ലായ്മ കൊണ്ട്, ഒരു പരിധിവരെയുള്ള അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കേരള മനസ്സാക്ഷി അല്ലെങ്കിൽ ലോക മലയാള ഭൂമിയിലുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 47 കോടി രൂപയോളം പിരിച്ചെടുത്തു. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതേസമയം ഈ പണം നമ്മൾ ഇവിടുന്ന് അക്കൗണ്ട് ത്രൂ നമ്മൾ എംബസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എംബസി ത്രൂ ആ ഒരു പണം ബ്ലഡ് മണി ആയിട്ട് റഹീമിൻ്റെ ബ്ലഡ് മണി ആയും കൊണ്ട് അനസ് എന്ന് പറയുന്ന ബാലൻ്റെ കുടുംബത്തിന് വേണ്ടി നൽകി എന്ന് നമ്മൾ പറയുകയും നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എംബസി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 2 രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, നമ്മൾ ധരിച്ചു വെച്ച ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിലീസാവുക എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ശരീഅത്ത് നിയമപ്രകാരമാണ് മരണപ്പെട്ട ആളുടെ കുടുംബം അതല്ലെങ്കിൽ അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ ഈ ഒരു കുറ്റം ചെയ്ത് എന്ന് തന്നെയാണല്ലോ നിയമപരമായി നോക്കുകയാണെങ്കിൽ. റഹീം ആ ഒരു ക്രൈം അഡ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് പിന്നെ അവിടെ വധശിക്ഷ വിധിക്കുന്നതും ആ വധശിക്ഷക്ക് ഉള്ള പകരമായിട്ടുള്ള ബ്ലഡ് മണിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതും. ഈ ഒരു പണം കൊടുക്കുന്നതോടുകൂടി ഇറങ്ങിപ്പോരും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന റഹീം അവിടെ നിയമ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ക്രൈം ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 രീതിയിലാണ് നിയമം പോകുന്നത്. ഒന്ന്, ബ്ലഡ് മണി എന്ന് പറയുന്നത് ദിയാപ്പണം ശരീഅത്ത് നിയമത്തിലേക്ക് വഴിമാറുമ്പോൾ സൗദി ജുഡീഷ്യൽ ആക്ട് പ്രകാരം അവിടെ രാജ്യത്ത് നിന്നുകൊണ്ട് കുറ്റം ചെയ്ത് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചീഫ് ജസ്റ്റിസിൻ്റെ വിധിപ്പകർപ്പ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ 11 അംഗ ജുഡീഷ്യൽ കമ്മിറ്റി, അതായത് രാജ്യഭരണത്തിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നിയമവും അവിടുത്തെ നിയമവും സമാനമായിട്ട് ഒരേ റൂട്ടിലൂടെ ചലിക്കുമ്പോൾ ചെറിയ ചെറിയ ഡൈവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇവിടെ ഒരു ഫൈനൽ വേർഡായിട്ട് നിലനിൽക്കുന്നു. അതിന് വ്യത്യസ്തമായിട്ട് സൗദി അറേബ്യയുടെ നിയമമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റിംഗ് അവിടെ വരുന്നുണ്ട്. അതായത് 2013 നമ്മൾ ആക്ട് ചെയ്തത് പ്രകാരം അവരുടെ പുതിയ നിയമ സംവിധാനം പുതുക്കിയതിന് ശേഷം ആ ഒരു ചീഫ് ജസ്റ്റിസിന് മുകളിലാണ് പ്രസിഡൻഷ്യൽ ഓഫ് ജുഡീഷ്യറി വരുന്നത്. അതായത് അവിടെ ഒരു പ്രസിഡന്റ് സംവിധാനം ഈ ജുഡീഷ്യറിക്ക് വരുന്നുണ്ട്. ആ പ്രസിഡന്റ് സംവിധാനത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് ആര്? ഈ ചീഫ് ജസ്റ്റിസ്. അതിനുശേഷമുള്ള കോടതികൾ, കീഴ്ക്കോടതികൾ, ഉപകോടതികളായിട്ട് താഴോട്ട് വരുന്നത്. ഈ ഒരു പ്രസിഡൻസ് പദവിയിലിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാജ്യഭരണത്തിൽ രാജാവിൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു നിയമമന്ത്രിയായിരിക്കും. ആ മന്ത്രി ആ ഒരു 11 അംഗ ശൂറ അവർ കൂടി കൺഫേം ചെയ്താൽ മാത്രമേ ഇത് നിയമമായി റഹീമിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വക്കീൽമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ വക്കീൽമാരുടെ ഒരു പ്രൊസീജിയർ നമ്മളത് നിരന്തരം സമർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ അനാവശ്യമായ ധൃതിപ്പെട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു രാജ്യ സംവിധാനത്തിനെ കുറിച്ച് നമ്മൾ അന്ധമായി ഒരു തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടോ ഇതിൽ യാതൊരുവിധ ബെനിഫിറ്റുകളും ഇല്ല. സൗദി അറേബ്യയുടെ നിയമ സംവിധാനത്തിലൂടെ മാത്രമേ റഹീമിനെ നമുക്ക് മോചിപ്പിച്ചെടുക്കാം. ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. ജനങ്ങൾ ചോദിക്കുന്നത് ഈ 47 കോടി രൂപ റഹീമിന് വേണ്ടി പിരിച്ചു, പക്ഷെ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിക്കുന്ന ആളുകളോട് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ സൗദി നിയമം വേറെയാണ്. അദ്ദേഹത്തിന്റെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന സംഭവം കുടുംബമായിട്ട് അംഗീകരിക്കുന്ന വിഷയമാണ്. അതിനപ്പുറത്തേക്ക് കോടതി വിധികൾ ബാക്കിയുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. കോടതി വിധികൾ തീർച്ചയായും, അതായത് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന് വധശിക്ഷ വിധിച്ച സുപ്രീം കോടതി മഹ്കമലാം, ആ സുപ്രീം കോടതി വിധി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുകളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കമ്മിറ്റികളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു വിധി തീർപ്പാവുന്നുള്ളൂ. ഒരു
വധശിക്ഷ വിധിക്കപ്പെട്ടാൽ സ്വാഭാവികമായി അവിടെ 40 ദിവസത്തിനുള്ള അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ആരോപിതനായിട്ടുള്ള ആളുകൾക്ക് അവിടെ സംസാരിക്കാനോ അതല്ലെങ്കിൽ അവിടെ വക്കീൽ മുഖാന്തരം ഇടപെടാനോ ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ 8-10 ഡിഫറെൻ്റ് ബെഞ്ചുകൾ ഈ ഒരു വിധി പരിശോധിച്ചിട്ടുണ്ടാവാം. പിന്നെ ഇതിലൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഒരു ലോക സമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ്. അപ്പം സൗദിയുടെ ഒരു പുരാതനമായ ഒരു രീതി പരിശോധിച്ചാൽ ഏതൊരു വിഷയത്തിലും ഒരു കൂടുതൽ കരുതലുകളോടുകൂടി മാത്രമേ അവർ മുന്നോട്ട് പോകാറുള്ളൂ. അതായത് എടുത്ത ഒരു തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക അതല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ റഹീമിൻ്റെത് ഒരു 34 കോടി രൂപയുടെ ബ്ലഡ് മണി എന്ന് പറയുന്നത് അവരുടെ പിതാവിനെ പോലും നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ഈ അനസിൻ്റെ പിതാവിനെ പോലും ജുഡീഷ്യറി അവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് സൗദിൻ്റെ ചരിത്രത്തിലൊക്കെ വളരെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു പ്രൊസീജിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു ക്രൈം അനസിൻ്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ക്രൈം റഹീം ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. അതൊക്കെ ഈ ജുഡീഷ്യറിയുടെ ഏറ്റവും അതായത് ഓരോ ഈ ഇടകീറി പരിശോധിച്ചു കൊണ്ടുള്ള യാതൊരുവിധ ന്യൂനതകളും ഇല്ലാതെ ഈ ഒരു വിധിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജിമാർ ഷെയ്ഖ്മാർ പ്രയാസപ്പെടുന്ന അതല്ലെങ്കിൽ അവരുടെ നിയമ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മാനുഷികമായ ഒരു ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ അനസിൻ്റെ പിതാവ് മരണപ്പെടുന്നതിന് മുൻപ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ ആൻസർ ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ചെയ്തോ ചെയ്തില്ലേ എന്ന് പറയാൻ ഞാൻ ആളല്ല എന്ന് പോലും വ്യത്യാസപ്പെടുത്തിയും കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഈ ഒരു വിധിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ശേഷമാണ് പിതാവിൻ്റെ മരണശേഷം അനസിൻ്റെ ജ്യേഷ്ഠൻ ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നതും ഈ കേസുമായിട്ടുള്ള എല്ലാ ലീഗൽ പ്രൊസീജിയറും അവരുടെ കുടുംബവുമായിട്ട്. താങ്കൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരനാണ് ഈ കുട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജാക്കന്മാരുടെ മുന്നിലാണ് ശരിക്കും, രാജാക്കന്മാരിലും മേലെയാണ് ഈ ഇത്തരം കുട്ടികൾ എന്ന് പറയുന്നു അല്ലേ? അത്തരം ഒരു രീതിയുണ്ട്. ശരിക്കും എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് ശരിക്കും അവിടെ? സൗദി അറേബ്യൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്ര വൈവിധ്യമാർന്ന ഒരു ഇടപെടലുകളാണ് ഈ ഭിന്നശേഷി കുട്ടികളോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉണ്ടാകുന്ന എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നു. അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഏരിയകൾ, പ്ലേ ഗ്രൗണ്ടുകൾ, ആധുനിക രീതിയിലുള്ള മ്യൂസിക് പ്ലേ സ്റ്റേഷനുകൾ, അവരുടെ കുടുംബത്തിന് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ജീവിക്കാനുള്ള കൊട്ടാര സമാനമായ താമസ സൗകര്യങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സൗദി രാജകുടുംബങ്ങളിൽ നിന്ന്, ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന്, സാമൂഹിക പ്രവർത്തകരിൽ നിന്ന്, പ്രവിശ്യകളും കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആണല്ലോ സൗദി അറേബ്യൻ്റെ ചരിത്രം. ആ വ്യത്യസ്തമായ ഗോത്ര സമൂഹങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആ കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ഈ ഒരു അംഗവൈകല്യം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ കുട്ടികളെ സ്വയം സന്നദ്ധനായും കൊണ്ട് സേവകനായി കൊണ്ട് അവരെ സേവിക്കാൻ വർഷത്തിലൊരു ദിവസമോ 2 ദിവസമോ അതല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സമയങ്ങളിലോ അതല്ലെങ്കിൽ വെക്കേഷനുകളിലോ ഒക്കെ ഈ ഒരു മതകാര്യ തീർച്ചയായും അത്തരം രീതിയിലേക്ക് ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വരുന്നു. അതെ, തീർച്ചയായും അവരെ സംരക്ഷിച്ചു പോരണമെന്ന് ഇപ്പോൾ സൗദി സർക്കാരൊക്കെ അത്തരം രീതിയിലേക്ക് അവരെ സ്വന്തമായ കാലിൽ നിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നേരെ മറിച്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് അവരെ ഈ ഭിന്നശേഷിക്കാരെ ഈ ഒരു വീഡിയോയിൽ എടുത്തു പറയണം എന്ന് എനിക്ക് തോന്നിക്കൊണ്ടാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരെ നൗഷാദ് തക്കീൽ അടക്കം അറിയാം, ഭിന്നശേഷിക്കാരെ എത്രത്തോളം സർക്കാർ ഉപദ്രവിക്കാൻ പറ്റുമോ, അവരെ എത്രത്തോളം കഷ്ടപ്പെടുത്താൻ പറ്റുമോ അത്ര രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ ഒരു രീതിയിലേക്കുള്ള സഹകരണമോ അല്ലെങ്കിൽ പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ രീതിയിലേക്ക് സമരം ചെയ്ത് കാര്യം നേടേണ്ട അവസ്ഥ, അതേപോലത്തെ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഭിന്നശേഷിക്കാരെ കൊണ്ടുപോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രേക്ഷകർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ശരിക്കും. ഈ ദിയാ പണം കൊടുത്തോടുകൂടി വധശിക്ഷ നിർത്തലാക്കി, അതിനപ്പുറത്തേക്ക് ഇറങ്ങാൻ ഇനിയും താമസം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ദിയാപ്പണം നൽകിയത് കൊല്ലപ്പെട്ട അനസിൻ്റെ കുടുംബത്തിൻ്റെ ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരമുള്ള ദിയാപ്പണമാണ് അവിടെ, ബ്ലഡ് മണിയാണ് അവിടെ കൊടുത്തത്. അത് ഖുറാനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബം മാപ്പ് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് അവരാവശ്യപ്പെടുന്ന ദിയാപ്പണം നൽകുകയോ എന്ന് പറയുന്ന ഒരു ക്രോസ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. അതേസമയം ഇതിൽ
മുൻകാലങ്ങളിൽ നമുക്ക് മലയാളികളാണെങ്കിലും തമിഴന്മാരാണെങ്കിലും മറ്റ് ഇന്ത്യയുടെ അതർ സ്റ്റേറ്റുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വധശിക്ഷകൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരുപാട് ഒരു പരിധിവരെ ഇപ്പോൾ നമ്മളെ കേരളത്തിലെ പ്രമുഖ വ്യവസായി പോലും ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ആളെ മോചിപ്പിച്ച ചരിത്രങ്ങളൊക്കെ അറിയാം. അതിലൊക്കെ ഒരു ബാർഗെയിനിങ് നടന്നിട്ടുണ്ട്. ആ കുടുംബവും ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ പണം ആവശ്യപ്പെട്ടത് ഒരു മാനുഷികമായ ഏറ്റവും ഒരുപാട് ആളുകളുടെ സാമൂഹിക പ്രവർത്തകരുടെ മതകാര്യ വകുപ്പിൻ്റെ വക്കീലുമാരുടെ മറ്റു ഉന്നതങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒക്കെ ഒരു കുടുംബപരമായ ഒരു ചർച്ചകളിലൂടെയൊക്കെ വന്ന് ഒരു വിട്ടുവീഴ്ച, അതായത് റഹീമിനെ തലവെട്ടുക എന്നുള്ള ഒരു പ്രൊസീജിയർ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമായി അവരെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. ശമ്പരി ഇവരെ കുടുംബം, അനസിൻ്റെ കുടുംബം ഒക്കെ സൗദി അറേബ്യയിലെ പ്രശസ്തമായ കുടുംബങ്ങളിൽ പെട്ട കുടുംബങ്ങളാണ്. ചരിത്രപരമായിട്ടും അവർക്കൊക്കെ ഒരുപാട് കമ്മിറ്റ്മെന്റുകളുള്ള, പ്രത്യേകിച്ച് ഇത്തരം ഒരു ഭിന്നശേഷി എന്നുള്ളൊരു പരിഗണന കൂടെ ശരിക്കും കോടതി വെക്കും. തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഞാനൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത കാലഘട്ടങ്ങളിൽ ജമയത്തുൽ ഖൈറിയ അൽ മവാക്കിൻ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ എല്ലാ പ്രവിശ്യകളിലും 1, 2, 3 ആയിട്ടൊക്കെ സ്പോൺസേർഡാണ്. അതായത് ഗവൺമെൻറ് സംവിധാനത്തിൽ ഓടുന്ന സ്പോൺസേഡ് സൗകര്യങ്ങളുള്ള ഹൈടെക് ഹോസ്പിറ്റലുകൾ, ഫെസിലിറ്റികളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഓരോ കുഞ്ഞും അവിടെ രാജാവോളം അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പരിഗണിക്കപ്പെട്ടു പോരുന്ന ഒരു പാരമ്പര്യ സംസ്കാരത്തിലാണ് അവരുള്ളത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ 18 വർഷം എന്തുകൊണ്ടാണ് ഈ റഹീം ജയിലിൽ കിടന്നത്? തീർച്ചയായിട്ടും അവിടെ ജുഡീഷ്യറി ജഡ്ജ്മെൻറ്റിൽ അവിടെ ഒരു കൺഫ്യൂഷൻ. തീർച്ചയായിട്ടും ആദ്യം ഇതിൽ ഉണ്ടായ ഒരു മെയിൻ ഫാക്റ്റ് എന്താ വെച്ചാൽ, റഹീം ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം വരുത്തിയ ഡിലേ, പിന്നെ അവിടുന്ന് സുഹൃത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കഥ മെനഞ്ഞതും പുതിയ ഒരു കഥ സൃഷ്ടിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിനുശേഷം ഇതെല്ലാം നമുക്കറിയാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അതിന് ഒരു ചിത്രം മാറ്റി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇവരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയിൽ നടക്കുന്ന ഏതെല്ലാം ക്രൈമുകളെയും കേസുകളെയും കുറ്റാരോപണങ്ങളെയും ഒക്കെ ജുഡീഷ്യറിക്ക് മുൻപേ വിചാരണ നടത്തുന്നതും ഒരു നിഗമനത്തിലെത്തുന്നതും. ഇവിടെ നമുക്ക് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള സ്വതന്ത്രപരമായ അവസ്ഥകൾ നമ്മുടെ ഇന്ത്യൻ പീനൽ നമ്മുടെ ജുഡീഷ്യറിൻ്റെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി കുറ്റം ചെയ്താൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ഈ ഒരു വലിയ ഒരു വിശാല ബെഞ്ചിൻ്റെ, അതായത് ജുഡീഷ്യറിൻ്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു വിശാല ബെഞ്ചിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ. ഒരു നൂല് സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതി പോലും ഒരാൾ പോലും സൗദി അറേബ്യൻ്റെ സംവിധാനത്തിൽ വരുന്നില്ല. അവിടെ വരുന്നതെന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള കറപ്ഷൻസ് സംഭവിച്ചിട്ടുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറ്റാരോപിതനാണ്. അത് കഴിഞ്ഞ് ഓരോ സംഭവങ്ങളും ശരി കീറി മുറിച്ച് പരിശോധിച്ച് ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക്, അതായത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ റഹീമിന്റെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നിട്ടുണ്ട്, ആ ഒരു സെക്ഷൻ മാറ്റി നിർത്തിയാൽ പ്രേക്ഷകർക്കൊക്കെ ഉള്ള ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്ന് റഹീം ഇറങ്ങും എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതായത് ഇവരുടെ വിധിപ്പകർപ്പിൽ വ്യക്തമായിട്ട് സൗദി അറേബ്യയിൽ വധശിക്ഷ നൽകുക എന്ന് പറയുന്നത് ഒരു വിധി വന്ന് 40 ദിവസത്തെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഫയല് ക്ലോസ് ചെയ്ത് ആ ഫയല് അമീറിൻ്റെ അണ്ടറിലേക്ക് പോയി കഴിഞ്ഞ് അവിടുന്ന് പ്രസിഡൻഷ്യൽ ജുഡീഷ്യറി അവിടുന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ. അതിന് ഇത്ര 18 വർഷമോ 10 വർഷമോ ഒന്നും താമസത്തിൻ്റെ യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. റഹീമിൻ്റെ ഫസ്റ്റ് വിധിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവാം ഇന്ന കാലത്തോളം ശിക്ഷയും ശേഷം ഒരു പക്ഷേ വധശിക്ഷയും നടപ്പിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടാവും. 18 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റണ്ണിങ് പീരിയഡാ. ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല റഹീമിനെ ഇനി മോചിപ്പിക്കാനുള്ള സാധ്യത. ഞാൻ മനസ്സിലാക്കുന്നത് റഹീമിന് വധശിക്ഷ നൽകി
സൗദി ഗവൺമെൻറ് സൗദി ജുഡീഷ്യറി റഹീമിന് വധശിക്ഷ നൽകി നടപ്പിലാക്കാനുള്ള കാലതാമസം ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാകുന്നത് റഹീമിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് ഫയലിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു ഫയൽ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടാകും. അതിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കൊല്ലപ്പെട്ട അനസിൻ്റെ കുടുംബത്തിന് മാനസാന്തരം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ. രണ്ടാമത്തത് റഹീമിൻ്റെ പ്രായം. മൂന്നാമത്തത് റഹീം മുൻകാലങ്ങളിൽ ഇങ്ങനത്തെ യാതൊരുവിധ ക്രൈമിലും ഇടപെട്ടാതെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതൊക്കെ മാനുഷികമായ ഒരുപാട് പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഡിലേ സംഭവിച്ചിട്ടുണ്ടാവുക. അതിപ്പോഴും നമ്മൾ 18 വർഷം നിജസ്ഥിതിപ്പെടുത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. സ്വാഭാവികമായിട്ടും പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ജനങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ, എല്ലാ ജനങ്ങളൊട്ടാകെ വലിയ പ്രാർത്ഥനയിലായിരുന്നു ശരിക്കും എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലേക്ക്. ആ രീതിയിൽ തന്നെയാണ് ഇത്തരം വലിയ രീതിയിലേക്കുള്ള ഒരു ഫണ്ടൊക്കെ ശരിക്കും ജനങ്ങൾ സ്വരൂപിച്ച് ആ രീതിയിലേക്കായത്. പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലാണ്. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ഉത്തരം, റഹീം എപ്പോൾ ഇറങ്ങും എന്നുള്ളതാണ്. റഹീമിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഡിസംബറിൽ പരിഗണിച്ച കേസ് ഫെബ്രുവരിയിലേക്ക് മാറ്റി വെച്ചു എന്ന് പറയുമ്പം തന്നെ നമുക്ക് അവിടുന്ന് ക്ലിയറാണ് അവിടുത്തെ ഡിസിഷനിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ബെഞ്ചിൻ്റെ കൂടിയാലോചനക്കുള്ള ഒരു സമയമാണ് സ്വാഭാവികമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിക്കവാറും ഈ റമദാനിൻ്റെ മുൻപേ ആയിട്ട് തന്നെ, അതല്ലെങ്കിൽ അതിൻ്റെ ഏർലിയസ്റ്റ് ആയിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു ഫൈനൽ വേർഡ് വരാം. ഇനി അഥവാ ഫൈനൽ വേർഡ് വരാനുള്ള ഒരു താമസമുണ്ടെങ്കിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് റഹീമിന് അവിടുന്ന് ജാമ്യം തന്നെ നൽകി ആ രാജ്യത്ത് തന്നെ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണോ? വരാനുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഇനിയും ഡിലേ വരുന്ന ഒരു കേസ് ഈ ഒരു ഷെയ്ഖുമാർക്ക്, ഒരു മജിസ്ട്രേറ്റിക്ക് ഇനിയും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ റഹീമിന് അവിടെ ജാമ്യം ലഭിക്കാം. അതിലൊക്കെ പ്രയോറിറ്റി നമ്മൾ റഹീമിന് അവിടുന്ന് നമ്മളവിടെ അനുഭവിച്ച കാലഘട്ടം ശിക്ഷാ കാലാവധിയായി പരിഗണിച്ചുകൊണ്ട് കാമിൽ മുദ്ദ എന്ന് പറയും. അതായത് കിടന്നിടത്തോളം കാലങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ഓർഡർ ഇടും. ആ ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവിടുന്ന് വരാനുള്ളത് അമീർ കോർട്ടിൽ നിന്ന് ഇവർക്ക് പെർമിഷൻ ജവാസാത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ജവാസാത്ത് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് അവിടെ ഫയല് റഹീം കിടക്കുന്ന ജയിലിൽ സൂപ്രണ്ടിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കയറി പോരാനുള്ള സംഗതികൾ, വിമാന ടിക്കറ്റ് മാത്രം എടുത്തുകൊണ്ട് പോരാനുള്ള ഡിലേ മാത്രമേ അവിടെ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ കോടതിയുടെ ഇത്തരം ഡിലേ വന്നു കഴിഞ്ഞാൽ റമദാനോട് കൂടി കഴിഞ്ഞ് ആ ഒരു പ്രൊസീജിയർ ഫില്ലാവുന്നവരെ അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്താനുള്ള ഒരു റമദാന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഈ റംസാൻ മാസത്തിൽ ഈ അടിമകൾക്ക് മോചനം കൊടുക്കുക, അങ്ങനെ സൗദി ഗവൺമെൻറ്റിൻ്റെ രാജാവിൻ്റെ ഡയറക്റ്റുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അതായത് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ, തടഞ്ഞു വെക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ, സക്കാത്ത് വിഹിതത്തിൽ നിന്നും നമ്മൾ അടച്ചു തീർക്കേണ്ട ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ വർഷവും സ്വാഭാവികമായി അവിടുന്ന് ഉള്ള ഒരു റിലീസ് ഓർഡർ എല്ലാ വർഷവും സൗദി ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അതിലേക്കുള്ള ഒരു പ്രയോറിറ്റിക്ക് വേണ്ടി കൂടി ഇതിൽ ബന്ധപ്പെട്ട കേസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും റഹീമിനെ റമദാന്റെ മുന്നേ തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ഈ ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്യാപ്പ് വെക്കേഷൻ സമയം സ്റ്റാർട്ട് ചെയ്യും? ജുഡീഷ്യറി അവിടെ ഡിലേ ആ ഒരു സമയം നീട്ടിവെക്കുന്നത് 5-6 ബെഞ്ചുകൾ ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു പക്ഷേ സബ്ജക്റ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇതിന് മുൻകാലങ്ങളിൽ വിധി പറഞ്ഞ ജഡ്ജിമാരുടെ അനുവാദം കൂടി വേണ്ടിയിരിക്കാം. അതുപോലെ തന്നെ വെക്കേഷൻ വരാൻ വേണ്ടി പോവാ, ഇത് ഇതിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും സൗദി ജുഡീഷ്യറിയിൽ നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നല്ല. അവിടെ ചൂട് കാലങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ബെഞ്ചുകൾ ലീവായിരിക്കും. അത് ഓരോ ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ തായിഫിലേക്ക് കേസ് ഫയലുകൾ മാറും. അവിടുന്ന് ഡിസിഷൻ വന്നതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ റിയാദ് കോടതിക്ക് ഇതിൽ ചെറിയൊരു ഡിലേ ഒക്കെ വരാനുള്ള സാന്ദർഭിക സാഹചര്യങ്ങളുണ്ട്. മനഃപൂർവ്വമല്ലാത്ത ഒരുപാട് നൂലാമാലകളിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ഒരു വിദേശി എന്നുള്ള നിലക്ക് കൂടി നമുക്ക് ഈ ഒരു കേസിനെ അവസാനിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു കാരണവശാലും ഇതിനെ ഫോളോ അപ്പ് കുറയാതെ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ
അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ റഹീം നമ്മുടെ നാടണിയുമെന്നാണ് നമ്മുടെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതായത് അപ്പോൾ താങ്കൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തിൽ പറയുണ്ടായി, അതായത് മറ്റു മതസ്ഥരാണെങ്കിൽ ഇവർക്ക് എപ്പോഴോ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടോ? അങ്ങനെ വല്ല ദിവസമുണ്ടോ? ശരീഅത്ത് നിയമപ്രകാരം മതപരമായ ശരീഅത്ത് നിയമപ്രകാരം മറ്റു ഉള്ള ആളുകൾക്ക് ബാധിക്കുന്നതാണോ ശരിക്കും? ഇത് ഒരു ഇന്ത്യക്കാരനാണ്. ഗവൺമെന്റ്, സൗദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതമോ നമ്മുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും മാറ്റർ അല്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി സൗദി രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വതന്ത്രനായി പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സൗദി അറേബ്യയിൽ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അതേസമയം നമ്മൾ എപ്പോഴാണോ നമ്മുടെ ജീവിത സംസ്കാര രീതിയിലേക്ക് അവിടെ പ്രവർത്തിക്കാനോ ജീവിക്കാനോ ശ്രമിക്കുന്നത്, ആ സമയം മുതൽ ആ നിയമ സംവിധാനങ്ങളൊക്കെ നമുക്കെതിരെയിരിക്കും. അവിടെ ഇന്ത്യക്കാരനെന്നോ പാകിസ്ഥാനിയെന്നോ പേർഷ്യക്കാരനെന്നോ ഞാനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ ഒരു സെക്യൂരിറ്റി ഓഫീസറെ വെടിവെച്ച് കൊന്നതിൻ്റെ കാരണം കൊണ്ട് 48 ദിവസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കിയ പാരമ്പര്യമാണ് സൗദി രാജ്യത്തിനുള്ളത്. അതൊക്കെ നമ്മൾ ലൈവ് വിറ്റ്നസ് ആണ്. തീർച്ചയായും താങ്കൾ പറയുന്നത് യാതൊരുവിധ വ്യത്യാസങ്ങളും ഈ റംസാൻ മാസത്തോടു കൂടി അത്തരം രീതിയിലേക്കുള്ള ഫയലുകളൊക്കെ നീങ്ങുവാണെങ്കിൽ ശരിക്കും റംസാൻ മാസത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ റംസാനോട് അനുബന്ധിച്ച് റഹീം നാട്ടിലെത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ ഒരു വിദേശി എന്നുള്ള നിലയ്ക്ക് ഈ കേസ് അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ കീറി മുറിച്ച് ഞാനും ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ വലിയ ആകാംക്ഷയിൽ നിൽക്കുകയാണ് എന്നാണ് ശരിക്കും റഹീം ഇറങ്ങുക എന്നുള്ളത്. നൗഷാദൊക്കെ ഇത്തരം സംഭവം, അതായത് ഇവിടുത്തെ നിയമങ്ങൾ ശരിക്കും നമ്മൾ കേട്ടു, ഭിന്നശേഷിക്കാരെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ ഇപ്പോഴും ഒരു അന്വേഷണവും ഇല്ലാതെ അവരെ വല്ലാത്ത ഭിന്നശേഷിക്കാരെ പീഡിപ്പിച്ച അല്ലെ ഒരുപാട് കേസ്, അത് പീഡിപ്പിച്ചത് മാത്രമല്ല വലിയ രീതിയിൽ രാജ്യത്ത് നേടുന്നുണ്ട്. പക്ഷേ പരിമിതമായ സാഹചര്യങ്ങളും നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് നമുക്കൊരു പ്രയാസങ്ങളുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ ആവുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല, കിട്ടാനുള്ളത് കിട്ടുന്നില്ല, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല. താങ്കൾക്കടക്കം ഈ റഹീം എന്നാണ് ഇറങ്ങുക എന്നുള്ള വലിയ സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായും ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ പങ്കുവെക്കണം എന്ന് വെച്ചാണ് ഇത്തരം രീതിയിലേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് റഹീം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ എന്നോടൊക്കെ ഞാനും നൗഷാദ് തെക്കേലും ഫിറോസ് കുന്നുംപുറമൽ അടക്കം ഇടപെട്ട ഒരു വിഷയമാണ് ഇത് അല്ലെ. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് നമ്മളോടൊക്കെ വലിയ രീതിയിലേക്ക് ചോദിക്കുന്നുണ്ട്, എന്താണ് റഹീം ഇറങ്ങുക എന്നുള്ള സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട്, അതായത് പലരും പറയുന്നതിന്റെ അപ്പുറത്തേക്ക് വ്യക്തമായി ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ മൂസിൻ അതിൽ വലിയ രീതിയിലേക്ക് തന്നെ വിവരിച്ചു എന്നുള്ളതാണ് എനിക്ക് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയെന്നുള്ളതാണ്. ഇതില്ലേ പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഇപ്പോൾ ആ ഉമ്മയുടെ കണ്ണുനീര് നമ്മൾ കണ്ടു. ആ മകനെ എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളതാണ് ഉമ്മയുടെ പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന. പക്ഷേ നമ്മുടെ ഇവിടെ ആളുകൾ പറയുന്നത് 2 ജീവപര്യന്തത്തിന്റെ സമയമായല്ലോ, 3 18 വർഷമായല്ലോ. ജനങ്ങൾക്ക് നിയമത്തിലെ ഓരോ രാജ്യത്തിന്റെ ഇതിലൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതായത് സാധാരണ നമ്മളെ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് കേരളക്കാരൊക്കെ, സാധാരണ ഒരാള് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന കാര്യം കേട്ടോ. അതായത് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യണം, അത് കയ്യാവും വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യണം, തുണിയില്ലാതെ ജഡ്ഡി മാത്രം ഇട്ട് നിർത്തണം, ലോക്കപ്പിൽ കിടക്കണം, അത് കഴിഞ്ഞ് നേരെ ജയിലിലേക്ക് മാറ്റണം, ജാമ്യം കിട്ടരുത്. ഇതൊന്നുമല്ല നമ്മളുടെ, അത് സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു രൂപത്തിലേക്ക് ജനങ്ങളുടെ കോൺസെപ്റ്റ് പോയി എന്നുള്ളതാണ്. അത് ആ ഒരു കോൺസെപ്റ്റ് അല്ല ശരിക്കും അന്യ രാജ്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ള വ്യക്തമായ പിക്ചറാണ് ജനങ്ങളിലേക്ക് പങ്കുവെച്ചത്. സാധാരണ ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ ഒരു വ്യക്തത ഇല്ലാതെ പങ്കുവെക്കാൻ ഞങ്ങൾ ഇതിൽ വ്യക്തക്കുറവിന് വേറൊരു കാര്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക്. ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എന്തോ മൂടി വെക്കുന്നത് പോലെ, ചിലപ്പോൾ മുസ്ലിം പറഞ്ഞ ഒരു സാങ്കേതിക വിഷയങ്ങളായിരിക്കാം, അത് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാലോ, അന്ന് ഇത്രയും പണം 47 കോടി രൂപ ഉണ്ടാക്കിയ സമയത്ത് ഒരു പ്രമുഖൻ എന്താ പറഞ്ഞത്, റഹീം വരുന്നു, ഞാനിവിടെ റൂം കൊടുക്കുന്നു, ഞാൻ ജോലി കൊടുക്കുന്നു അല്ലേ. നമ്മളൊക്കെ എന്താ വിചാരിച്ച് നാളെ റഹീം എത്തിപ്പോയി എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും അവിടുത്തെ നിയമങ്ങൾ വലിയ രീതിയിലേക്ക് അറിയില്ലായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സംവിധാനങ്ങൾ നോക്കിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുറത്തുള്ള രാജ്യങ്ങളിൽ നോക്കേണ്ടത്. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് എത്രയും പെട്ടെന്ന് റഹീം പുറത്തിറങ്ങി വരുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. കാര്യം റഹീമിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും
ഇത്തരമൊരു ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ കാര്യം ഇതെന്താണ് സംഭവിച്ചത് എന്ന് ബന്ധപ്പെട്ട അധികാരികളൊക്കെ, അതായത് അധികാരികൾ എന്ന് പറയുന്നത് നിങ്ങളോട് പണം ആവശ്യപ്പെട്ട ആളുകൾ തന്നെ ഇതിനൊക്കെ ഒരു ശരി ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു ക്ലാരിറ്റി ഇല്ല. തീർച്ചയായും ജനങ്ങളിലേക്ക് ഇത്തരമൊരു വീഡിയോ എത്തിക്കാൻ കാരണം അത് തന്നെയാണ്. റഹീമിന് എന്ത് സംഭവിച്ചു, റഹീമിന് എന്തുകൊണ്ടാണ് തിരിച്ചിറങ്ങാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.